അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി സ്വയം വിശേഷിപ്പിക്കുമ്പോഴും തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായും സൈനികമായും വരിഞ്ഞു മുറുക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഇരട്ടത്താപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കാനിരുന്ന ഇറാൻ അമേരിക്ക ചർച്ചകൾ ലോകം ഉറ്റുനോക്കുമ്പോൾ അവിടെ ഉയരുന്നത് കേവലം നയതന്ത്ര സംഭാഷണങ്ങളല്ല, മറിച്ച് സ്വന്തം ആത്മാഭിമാനത്തെയും പരമാധികാരത്തെയും പണയപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന അമേരിക്കയുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ള ഒരു ജനതയുടെ പോരാട്ട വീര്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ചർച്ചയല്ല, മറിച്ച് അതിജീവനത്തിനായുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമാണ്. പ്രതിദിനം $435 മില്യൺ ഭീമമായ നഷ്ടം വരുത്തിവെക്കുന്ന അമേരിക്കൻ ഉപരോധങ്ങൾ വാസ്തവത്തിൽ ഒരു രാജ്യത്തിന്റെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതിനെ സാമ്പത്തിക തീവ്രവാദം എന്ന് വിളിക്കുന്നതാകും കൂടുതൽ ഉചിതം. ആയുധങ്ങൾ കൊണ്ട് യുദ്ധഭൂമിയിൽ നടത്തുന്ന കൊലപാതകങ്ങളെക്കാൾ ക്രൂരമാണ് ഒരു ജനതയുടെ അന്നം മുട്ടിക്കുന്ന ഈ നീതിരഹിതമായ സാമ്പത്തിക യുദ്ധം. എന്നാൽ ഈ കടുത്ത പ്രതിസന്ധികൾക്കിടയിലും പടിഞ്ഞാറൻ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ തല ഉയർത്തി നിൽക്കുന്ന ഇറാന്റെ നിലപാട് ആഗോള രാഷ്ട്രീയത്തിലെ പതറാത്ത ചെറുത്തുനിൽപ്പിന്റെ വലിയൊരു അടയാളമാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാരം തടയുന്നതിലൂടെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ വാഷിംഗ്ടൺ ശ്രമിക്കുമ്പോൾ അത് വെറും ഒരു വ്യാപാര തർക്കമല്ല, മറിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ ആകെ ശ്വാസം മുട്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ വിള്ളലുണ്ടെന്ന തരത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും തമ്മിലുള്ള സംവാദങ്ങൾ ഇറാന്റെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെയും സൈനിക ജാഗ്രതയുടെയും പ്രതിഫലനമാണ്. ഇതിന് ഭരണം തകരുന്നു എന്ന് ചിത്രീകരിക്കുന്നത് പാശ്ചാത്യ ശക്തികളുടെ പഴയ കുപ്രചരണ തന്ത്രം മാത്രമാണ്. രാജ്യത്തിന്റെ സുരക്ഷയിൽ അണുവിട വിട്ടുവീഴ്ച ചെയ്യാതെ സാമ്പത്തിക പുരോഗതി നേടണമെന്നത് ഇറാന്റെ മൗലികമായ അവകാശമാണ്. എന്നാൽ ചർച്ചകൾക്ക് മുൻപ് ഇറാന്റെ സൈനിക വിഭാഗത്തിന്റെ പൂർണ്ണ സമ്മതം വേണമെന്ന അമേരിക്കയുടെ നിബന്ധന ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കടന്നുകയറാനുള്ള ഗൂഢലക്ഷ്യമാണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സൈന്യത്തെ ചർച്ചാമേശയിലേക്ക് വലിച്ചഴിക്കുന്നത് അവരെ ദുർബലപ്പെടുത്താനുള്ള ഗൂഢതന്ത്രമാണ്. പാകിസ്ഥാനിലെ ചർച്ചകൾ ഇറാൻ പങ്കെടുക്കുന്നത് ഭയം കൊണ്ടല്ല, മേഖലയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അടിച്ചേൽപ്പിക്കലുകളെ പ്രതിരോധിക്കുന്ന ഏക കരുത്തുറ്റ ശക്തി എന്ന നിലയിൽ ഇറാനെ തകർക്കുക എന്നത് സാമ്രാജ്യത്വത്തിന്റെ കാലങ്ങളായുള്ള അജണ്ടയാണ്. ഹോർമുസിന് പിന്നാലെ മലാക്ക കടലിടുക്കിലും അമേരിക്ക കണ്ണുവെക്കുന്നത് ആഗോള വ്യാപാര പാതകളെ പൂർണ്ണമായും തങ്ങളുടെ കാൽക്കീഴിലാക്കാനാണ്. ഈ അനീതി തിരിച്ചറിയുന്നത് കൊണ്ടാണ് ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇറാന് പിന്തുണയുമായി ഇന്ന് നിലകൊള്ളുന്നത്. ചരിത്രം സാക്ഷിയാണ്. ഉപരോധങ്ങളും ഭീഷണികളും കൊണ്ട് ഇറാന്റെ വിപ്ലവ വീര്യത്തെ തളച്ചിടാൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നിബന്ധനകളും ഇറാന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടാനുള്ള ശ്രമമാണ്. പക്ഷേ സ്വന്തം സ്വാതന്ത്ര്യവും അന്തസ്സും പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരാറിനും ആത്മാഭിമാനമുള്ള ഇറാന്റെ ജനത തയ്യാറാകില്ല എന്നതാണ്. ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ ഇറാൻ ഉയർത്തുന്ന ഓരോ ശബ്ദവും തങ്ങളുടെ ജനതയുടെയും വരും തലമുറകളുടെയും അന്തസ്സ് കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. അമേരിക്കൻ ആധിപത്യത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ ലഭിക്കുന്ന വലിയൊരു താക്കീതാണ് ഇറാന്റെ അതിജീവന പോരാട്ടം. ലോകം നീതിയുടെ പക്ഷത്താണെങ്കിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ നിബന്ധനകളെ തള്ളിക്കളഞ്ഞ് ഇറാന്റെ ന്യായമായ ആവശ്യങ്ങളെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. സമാധാനത്തിന്റെ മറവിൽ നടത്തുന്ന ഈ സാമ്പത്തിക വേട്ടയാടലിനെ അതിജീവിച്ച് ഇറാൻ അതിന്റെ അന്തസ്സോടെ മുന്നേറുക തന്നെ ചെയ്യും. ഇറാന്റെ ഈ പോരാട്ടം ആധിപത്യ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും.